ഇൻസ്റ്റാഗ്രാമിലെ സ്റ്റോറികളും വാട്സപ്പിലെ സ്റ്റാറ്റസുകളും നിരന്തരമായി നോക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു ഹോബിയാക്കുന്നവർക്ക് ഫോമോ, ഫീൽ ഓഫ് മിസ്സിംഗ് ഔട്ട് എന്ന നെഗറ്റീവ് ഫീലിംഗ് ഉണ്ടാകുമെന്ന് പഠനങ്ങൾ പറയുന്നു. അഥവാ മറ്റുള്ളവർ എന്ത് കഴിക്കുന്നു, എവിടേക്ക് പോകുന്നു, എങ്ങനെ ജീവിതം ആസ്വദിക്കുന്നു, ഇത് സ്ഥിരമായി നോക്കിക്കാണുമ്പോൾ എനിക്കങ്ങനെയാകാൻ കഴിയുന്നില്ലല്ലോ, എൻ്റെ ജീവിതം അങ്ങനെയാക്കി മാറ്റണമല്ലോ എന്ന ആങ്സൈറ്റിയിലേക്ക് മനുഷ്യനറിയാതെ എത്തിച്ചേരുകയാണ്. ഒന്ന് മനസ്സിലാക്കേണ്ടത്, എല്ലാവർക്കും സുഖങ്ങളും ദുഃഖങ്ങളുമുണ്ട്. ദുഃഖങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് ലൈഫിലെ ഏറ്റവും ആസ്വാദ്യകരമായ ബെസ്റ്റ് മൊമെന്റ്സ് മാത്രമാണ് സ്റ്റോറികളിലൂടെയും സ്റ്റാറ്റസുകളിലൂടെയും ഷെയർ ചെയ്യപ്പെടുന്നത്. ഇത് കണ്ടുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തെ വിലയിരുത്തുകയോ നമ്മുടെ ജീവിത രീതികളുമായി താരതമ്യപ്പെടുത്തുകയോ ചെയ്യരുത്. അങ്ങനെ ചെയ്യുന്നത് മൂലം അള്ളാഹു നമുക്ക് നൽകിയ എണ്ണമറ്റ അനുഗ്രഹങ്ങൾ കാണാതിരിക്കുകയും ഈമാൻ കുറയാൻ വരെ കാരണമാവുകയും ചെയ്യുന്നതാണ്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള മനസ്സാണ് പ്രധാനം. മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇദാ മാ കുൻത ദാ ഖൽബിൻ ഖനൂഇൻ ഫഅൻത വമാലികുദ് ദുനിയാ സവാഉ. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന മനസ്സിനുടമയാണ് നീയെങ്കിൽ നീയും രാജാക്കന്മാരും ഒരുപോലെയാണ്. നമുക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് അത് തിരിച്ചറിഞ്ഞ് അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അള്ളാഹുവിനാണ് എന്ന് മനസ്സറിഞ്ഞ് പറയുമ്പോൾ ലഭിക്കുന്ന ആത്മാനുഭൂതി അത് അനുഭവിച്ചറിയേണ്ടതാണ്.